close till I get up. Time is barely on our side. Hi friends, welcome back to my YouTube channel T-Tech Malayalam. എല്ലാവർക്കും T-Tech Malayalam എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ വെച്ചാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഇൻട്രോ കണ്ടിട്ടാണ് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ റുബിക്സ് ക്യൂബാണ്. അപ്പോൾ ഇതൊരു സോൾവ് ചെയ്യുന്ന റുബിക്സ് ക്യൂബാണ്. ഇതിനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇതല്ല, ഇത് നമ്മളെ കുസ്ക്കും എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് റുബിക്സ് ക്യൂബ്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജസ്റ്റ് 2 മിനിറ്റ്സ് നമുക്ക് സോൾവ് ചെയ്ത് തരാം. അതിന് ഈസിയാണ്, സിമ്പിളാണ്. 2 മിനിറ്റ്സ് നിങ്ങളെ ക്ലോക്കിൽ നോക്കിപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം കുസ്ക് കാണിച്ചു തരാം. പിന്നെ ഇത് കുസ്കിയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചെല്ലാം കുസ്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കുസ്കുന്നു. പിന്നെ അപ്പോൾ നമുക്ക് ഇത് വീഡിയോ നടത്താം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഉടനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെൽ ബട്ടൺ നൈസായി തന്നെ എനേബിൾ ചെയ്യുക. അത് നേരം എന്താണോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്ക്രീൻ റെക്കോർഡ് വെച്ച് നിങ്ങൾ കാണിച്ചിരുന്നത്? സാധാരണ ഒരു സ്ക്രീൻ റെക്കോർഡ് വേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റുബിക്സ് ക്യൂബിൻ്റെ ഒരു ഇൻ്റർവ്യൂസ് ആണ് കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതാക്കിയാണ്. ഓക്കെ, അതിനുള്ള കയ്യിലുള്ള റുബിക്സ് ക്യൂബാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് നോക്കണ്ട, സ്ക്രീനിലേക്ക് മടങ്ങിയിടാം. നിങ്ങൾ കാണാം സോൾവ്, പാറ്റേൺ സോൾവ്, സെറ്റിങ്സ് എന്ന 3 ഓപ്ഷനാണ് ഈ ആപ്ലിക്കേഷനുള്ളത്. ഇവിടെ സോൾവ് എന്നൊരു ആപ്ലിക്കേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ആയിട്ട് മാനുവൽ ഇൻപുട്ട്, ക്യാമറ ഇൻപുട്ട്, അവിടെ മാനുവൽ ഇൻപുട്ട് എന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മറ്റേ കാണാൻ മാനുവൽ ഇൻപുട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേ കാണാൻ വേണ്ടി ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ മാനുവൽ ഇൻപുട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. മാനുവൽ ഇൻപുട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഇത് കാണാം. ഇവിടെ നിങ്ങൾ കാണാം മുകളിൽ കുറേ കളറുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് മുകളിൽ കുറച്ച് കളറെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കളർ എന്തിനാണെന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് 1 മിനിറ്റ്. ഓക്കെ, റുബിക്സ് ക്യൂബ് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കളർ എന്ന് വെച്ചെങ്കിൽ ഇവിടെ ഇത് ഫസ്റ്റ് റുബിക്സ് ക്യൂബ് നോക്കാം. താഴെയുള്ള റുബിക്സ് ക്യൂബ് അതിൻ്റെ സെൻറ്ററിലുള്ള ഇത് ഗ്രീൻ കളറാണ്. അപ്പോൾ ഞാൻ ഈ ക്യാമറയിലുള്ള റുബിക്സ് ക്യൂബ് ഗ്രീനിൻ്റെ സെൻറ്റർ വയ്ക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഗ്രീനിലുള്ള സെൻറ്ററാണ് വെക്കുന്നത്. ഇത് ഇത് സൈഡ് വെച്ചു, അപ്പിലായിട്ട് വെച്ചിട്ടാണ്. ഇവിടെയാണ് ഗ്രീൻ ഉള്ളത് ഇപ്പോൾ. ഓക്കെ, ഇത് ചെയ്യേണ്ടത് വെച്ചാൽ ഗ്രീനിൻ്റെ ചുറ്റുമുള്ള കളർ ഇവിടെ സെറ്റ് ചെയ്യണം. അതായപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഗ്രീനിൻ്റെ അവസാനമുള്ള 2 കളർ ഓറഞ്ചാണ്. അപ്പോൾ ഗ്രീനിൻ്റെ സൈഡ് 2 കളർ ഓറഞ്ച് ആക്കാൻ പോവുകയാണ്. അതായത് ഓറഞ്ച് കളർ ക്ലിക്ക് ചെയ്ത് മുകളിലെ കളറിൽ നിന്ന് ഓറഞ്ച് കളർ ക്ലിക്ക് ചെയ്തു. ഇനി ഓറഞ്ച് ഏത് സൈഡാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഓറഞ്ച് ആയിട്ടുണ്ട്. ഇനി വൈറ്റ്, സോറി ഗൈസ്. ഓക്കെ, വൈറ്റ്, ബ്ലൂ, ഓറഞ്ച്, വൈറ്റ്, യെല്ലോ. ഓക്കെ, അപ്പോൾ ഗ്രീനിൻ്റെ സെൻറ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ താഴെ കാണാം നെക്സ്റ്റ് ഫേസ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓറഞ്ചിൻ്റെയാണ് ഇനി നമുക്ക് അടുത്ത ക്ലിക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേ റൊട്ടേഷൻ ചെയ്യുക. എവിടെയാണ് ഓറഞ്ച് ഉള്ളത്? ഓക്കെ, ഇവിടെയാണ് ഓറഞ്ച് ഉള്ളത്. ഇതേ രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്യാം. ഒരു കാരണവശാൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുന്നത്. കാരണം വെച്ചാൽ അപ്പോൾ നിങ്ങളുടെ ഇത് സ്ക്രീനിൻ്റെ ടൈമിങ് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നേരെ താഴെയോട്ട് തന്നെ പോവാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ മുഴുവനെ കാണുന്നില്ല, ഞാൻ കുറച്ച് ഫുൾ സ്കിപ്പായി നിങ്ങൾ കാണിച്ചു തരാം ബാക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ താഴെ ഞാൻ ഇത് സോൾവ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് സോൾവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇങ്ങനൊരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾ റണ്ണിങ് ആണെന്നുള്ളത് കാണാം മുകളിൽ. അതായത് കാൽക്കുലേഷൻ ചെയ്യുന്നതാണ്. 3 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്ത് തരും. ആദ്യം കാണാം സൊല്യൂഷൻ 1 20 മൂവ്സ്, സൊല്യൂഷൻ 2 30 മൂവ്സ്. അപ്പോൾ നിങ്ങൾ എത്ര മൂവ്സിലാണ് സോൾവ് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ 13 മൂവ്സിലാണ് ഇവിടെ സൊല്യൂഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഹാങ് ടൈറ്റ് റെൻഡിങ് ക്യൂബ് കാണാം. അതായത് ക്യൂബ് സ്റ്റഡി ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ. ശേഷം റെഡി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ക്യൂബ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബ് ഇപ്പോഴും റെഡി ആണെന്നുള്ളതാണ് ഇപ്പോൾ ക്യൂബ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക റെഡി ആവാൻ വേണ്ടി. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഗൈസ്. ഞാനൊന്ന് പൗസ് ചെയ്തിട്ട് തിരിച്ചു വരാം.
ഓക്കെ ഗൈസ്, എല്ലാം സ്റ്റഡി ആയിട്ടുണ്ട്. അത് നിങ്ങൾക്കിവിടെ കാണാം. ഇത് സ്ക്രീനിൽ കാണുന്ന റുബിക്സ് ക്യൂബും ക്യാമറയിൽ കാണുന്ന റുബിക്സ് ക്യൂബും ഒന്ന് തന്നെയാണ്, ഫുൾ ഒന്ന് തന്നെയാണ് രണ്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതിനെ ഇവിടെ കാണാം ഒരു ആരോ മാർക്ക് കാണാം. അതിന് മുമ്പ് ഒന്ന് ഓക്കെ, ഒരു ആരോ മാർക്ക് കാണാം താഴെയായി. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങോട്ട് പോകണമെന്ന് കാണിക്കാം. ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ആദ്യത്തെ ഓപ്ഷൻ പോകേണ്ടത് ഒന്ന് താഴത്തൊന്ന് സ്ക്രോൾ ചെയ്താണ്. അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്തൊന്ന്, സോറി ഗൈസ്, അങ്ങോട്ടല്ല സ്ക്രോൾ ചെയ്യേണ്ടത്. ഒന്നും കൂടി സ്ക്രോൾ ചെയ്യണം. ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഒന്നും കൂടി കയറാൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒന്ന് തിരിക്കാൻ പറയുന്നുണ്ട്. ആദ്യത്തെ ഒന്ന് തിരിച്ചു. ബാക്കത്തെ ഒന്ന് തിരിക്കാൻ പറയുന്നുണ്ട് ഗൈസ്. തിരിച്ചു. ഫ്രണ്ടത്തൊന്ന്, സോറി ഗൈസ്, ഫ്രണ്ടത്ത് ഞാൻ തിരിക്കാൻ പറഞ്ഞത് അവർ. ഇത് ഒറ്റ കൈയാണ്, ജസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഇനി റൈറ്റിൻ്റെ ഒന്ന്, ഓക്കെ. ഇനി ബാക്കിൻ്റെ ഒന്ന്, ഓക്കെ ഗൈസ്. ഇപ്പോൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആക്കാണ്ട് ഗൈസ്. ഒന്നും കൂടി ഇത് സ്ക്രോൾ ചെയ്യാണ്ട്. ഓക്കെ, ഒന്നും കൂടി ഇതൊന്ന് സ്ക്രോൾ ചെയ്യാണ്ട് ഗൈസ്. ഇത് ഞാൻ ഒറ്റ കൈയോട് ചെയ്യണം ഗൈസ്, ഇത്ര ടഫ് ഉള്ളത്. അല്ലെങ്കിൽ ഇത്ര ടഫ് ഉണ്ടാവട്ടില്ല. ഓക്കെ ഗൈസ്, ഇതൊന്നും കൂടി സ്ക്രോൾ ചെയ്യണം ഗൈസ്. ഓക്കെ, ദെൻ ബാക്കത്തെ ഒന്ന് സ്ക്രോൾ ചെയ്യണം ഗൈസ്. ഓക്കെ, ദെൻ ഇതൊന്നും കൂടി സ്ക്രോൾ ചെയ്യണം ഗൈസ്. ദെൻ ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ റൂബിക്സ് ക്യൂബ് വിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ഒരു മെസ്സേജ് വന്നിട്ടില്ല. ഞാൻ കാണിച്ചു തരാം റൂബിക്സ് ക്യൂബിൻ്റെ ഫുൾ നൈറ്റ്. ഓക്കെ, വേണം റൂബിക്സ് ക്യൂബ് ഫുൾ സോൾവ് ആയിട്ടുണ്ട് ഗൈസ്. എല്ലാ സൈഡും കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ഈസിയായ മെത്തേഡാണ്, നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക. ഈസിയാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഈസിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇന്ന് വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.